ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ കണ്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതി ആണെങ്കിൽ അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. അപ്പൊ ഫോൺ അടിച്ചു മാറ്റി കയ്യിലെടുത്തു. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ആ കട്ടിലിനടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് നമ്മുടെ ശ്രുതിക്ക് സാധിക്കുന്നില്ല. കാരണം സച്ചിൻ രേവതി ആ റൂമിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ശ്രുതി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെ നമ്മുടെ ശ്രുതിക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് പറ്റുന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുക ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് കേട്ടോ. അപ്പൊ ഫോണിന് ബാറ്ററി ലോ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുക. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പ്ലാനും പദ്ധതി അവിടെ ഫ്ലോപ്പ് ആവുകയാണ്. ഇനിയിപ്പോ ആ ഫോണിൽ നിന്ന് നേരെ ആന്റണിക്ക് അയച്ചു കൊടുക്കാനോ നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് അയക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ശ്രുതി അവിടെ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. കട്ടിന്റെ അടിയിൽ കയറുകയും ചെയ്തു. ഇനി പുറത്തിറങ്ങുന്ന എങ്ങനെയാ ആ ഒരവസ്ഥ നിൽക്കുകയാണ്. ഈ സമയത്താണല്ലോ ശ്രുതി പൈസ തരുന്നോണ്ട് രവീന്ദ്രന്റെ അടുത്ത് ചെന്നത്. അപ്പൊ രവീന്ദ്രന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി എന്തിയേ, ശ്രുതിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അന്വേഷിച്ച് സച്ചിയുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ ഒന്നും ആരും വന്നൊന്നുമില്ല. പൗഡർ ഏടത്തി അതിലേ കൂടെ എന്തൊക്കെയോ പരിങ്ങി കളിച്ച് നടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പരിങ്ങി കളിച്ച് നടത്തുന്നോ, ഏതായാലും ഇവിടെ നിന്റെ കെട്ടികളൊന്നുമില്ല, മാറി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പൊ സുധി പറഞ്ഞു അതിന് ഞാൻ ഇങ്ങോട്ട് കയറി വേറെ ഒന്നിനും അല്ലല്ലോ വന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും അല്ല, എന്റെ ഭാര്യനെ തിരക്കിയല്ലേ, അല്ലാതെ ഈ റൂം കൈവശപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടക്കാനോ ഒന്നും അല്ല വന്നത്. എന്റെ ഭാര്യ എന്തെന്നല്ലേ ചോദിച്ചുള്ളൂ. അല്ല നിന്റെ ഭാര്യനെ ഞാൻ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുക, ഇത് ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങ് ചാടിപ്പോയതെന്ന് പറഞ്ഞ് ചുമ്മാ നമ്മുടെ സച്ചി കളിയാക്കുകയും ചെയ്തിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ സച്ചിയും രേവതിയും വെളിയിലേക്ക് ഇറങ്ങി പോയി കേട്ടോ. ഫോണാണെ കാണുന്നില്ല സച്ചിയുടെ ഫോൺ കാണാത്തത് കൊണ്ട് റൂം മൊത്തം തപ്പുവാണ്. കട്ടിലിന്റെ അടിയിൽ ഫോൺ കൊണ്ട് നമ്മുടെ ശ്രുതി ഇരിക്കാം, പിന്നെ എങ്ങനെയാണ് സച്ചിക്ക് ഫോൺ കിട്ടുന്നത്? അങ്ങനെ എല്ലായിടത്തും പോയി തപ്പിയിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പൊ രേവതി ചോദിച്ചു സച്ചേട്ടൻ ഒന്ന് ഓർത്ത് നോക്ക്, എവിടെയാ കറക്റ്റ് ഇത് വെച്ചതെന്ന് സച്ചേട്ടൻ അറിയാമോ? അറിയത്തില്ലല്ലോ, ഒന്ന് ഓർത്ത് നോക്ക്, എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഇവിടെ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ച മുതലാണ് ഇവിടെ കാണണ്ടേ എന്ന് പറഞ്ഞ് രേവതി ചൂടാകാൻ തുടങ്ങിയപ്പോ അയ്യോ രേവതി ഞാൻ ഇവിടെ വെച്ചതായിരുന്നു, ഇത് ഞാൻ വേറെ എവിടെ കൊണ്ടുവെക്കാൻ, ഇവിടെ തന്നെയാ രേവതി വെച്ചത്, എന്നിട്ട് എന്തിയെ സാധനം എന്തിയെ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങിപ്പോയി രവീന്ദ്രനോടൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഫോൺ എവിടെ പോകാനാ, ഫോൺ വേറെ എവിടെ പോകാൻ ചാൻസില്ല, ഈ വീട്ടിൽ തന്നെ കാണും, നീ ഇന്നലെ ഫോൺ കൊണ്ടുവന്നായിരുന്നല്ലോ. കൊണ്ടുവന്നായിരുന്നു വെച്ചാൽ ഞാൻ രാവിലെ ഫോൺ എടുത്തതല്ലേ, കുത്തിയിടാൻ എടുത്തപ്പം ചാർജ് കയറുന്നില്ല ഫോണിൽ, അതുകൊണ്ട് ഞാൻ ആ ഫോൺ അവിടെ വെച്ചതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഈ ഒരു സമയത്ത് ഫോൺ റൂമിനകത്ത് വെച്ചിട്ട് എങ്ങനെയോ വെളിയിൽ ചാടി പോവുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിടി വീഴുന്ന ഉറപ്പായിരുന്നു. എങ്ങനെയോ നമ്മുടെ സച്ചി രേവതി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സമയം നോക്കിയിട്ട് നമ്മുടെ രേവതി വെളിയിൽ ചാടി ഇറങ്ങിപ്പോവാണ്. അങ്ങനെ രേവതി വെളിയിൽ ചാടി ഇറങ്ങിപ്പോയി. ശ്രുതി വെളിയിൽ ചാടി ഇറങ്ങിപ്പോയി. ശ്രുതി വെളിയിൽ ചാടി ഇറങ്ങിപ്പോയതിനു ശേഷം രേവതിയും സച്ചിയും കൂടെ ഒന്നും കൂടെ റൂമിനകത്ത് കയറി വന്ന് തപ്പാണ്. ഫോണ് കിട്ടിയാലല്ലേ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, മാത്രമല്ല അതിനകത്ത് ചാർജ് ഇല്ല. അപ്പൊ രേവതി സച്ചി ഒന്നും കൂടെ റൂമിനകത്ത് വന്ന് തപ്പി. നമ്മുടെ രേവതി തപ്പിയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കണ്ണാടി അലമാരയുടെ കണ്ണാടിയുടെ അവിടെ ആയിട്ട് ചെറിയൊരു ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഡ്രോ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ മേളിലായിട്ട് ഫോൺ ഇരിക്കുക, അതിന്റെ മണ്ടയിൽ കൊണ്ട് തുണി ഇട്ടേക്കാം. അപ്പൊ രേവതി ആ തുണി മാറ്റിയപ്പോഴത്തേക്ക് ഫോൺ കിട്ടി. ഇപ്പൊ സച്ചിയോട് പറഞ്ഞു ഇത് കണ്ട് സച്ചേട്ടാ ഫോൺ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, എന്തോ സച്ചേട്ടാ ഇത്, സച്ചേട്ടൻ നോക്കത്തുമില്ല, എന്നിട്ട് വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പക്ഷോ ഞാൻ ഇവിടെ അല്ല രേവതി ഇത് വെച്ചത്, ഞാൻ വെച്ചത് അപ്പുറയായിരുന്നു, ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നത്? അതൊന്നും എനിക്ക് അറിയത്തില്ല, ഫോൺ എങ്ങനെയാണോ വന്നത്. ഏതായാലും സച്ചേട്ടന് ഇപ്പൊ ഫോൺ കിട്ടിയില്ലേ, സച്ചേട്ടന്റെ ഫോണല്ലേ അത്? ഇത് എന്റെ ഫോണ് തന്നെ, എങ്കിലും ഇത് എന്തൊരു മറിവായോ, ഇതിപ്പോ ഇവിടെ അല്ലല്ലോ വെച്ചത്, ഇതിപ്പോ അവിടെയല്ലേ വെച്ചത് എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് സച്ചി. രേവതി പറഞ്ഞു എന്റെ പൊന്ന് സച്ചിയുടെ സമയം പോയില്ല, സച്ചിയുടെ പോകാൻ നോക്ക്. ഏതായാലും ഞാൻ പോവാ രേവതി, കാരണം ഇനിയിപ്പൊ വണ്ടിയിൽ ഫോൺ കുത്തിയിടാം, അല്ലാതെ കാര്യമില്ലല്ലോ. അപ്പൊ വണ്ടിയിൽ ഫോൺ കുത്തിയിടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് പോവാ. അമ്പലത്തില് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. ലക്ഷ്മി അവിടെ പൂ കിട്ടുന്ന കടയുണ്ടല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ശരത്തിന്റെ കൂട്ടുകാരനും കൂടെ വരികയാണ്. ലക്ഷ്മിയും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെ ശരത്ത് നല്ല ഡീസന്റ് ആയിട്ട്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് നല്ല ഡീസന്റ് ആയിട്ട് വരികയാണ്. മാത്രമല്ല എനിക്ക് ഇന്ന് കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് രേവതി കയ്യിലിരുന്ന കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ ശരത്ത്, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വേണ്ട, എനിക്കിപ്പോ പൈസ ഒന്നും ആവശ്യമില്ല, എനിക്ക് പൈസ ഒന്നും വേണ്ട, അതിന്റെ ആവശ്യം എനിക്കിപ്പോ ഇല്ല,
ചേച്ചിയുടെ കയ്യിൽ ഇത് ഇരുന്നോട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് വണ്ടി കയറി പോയപ്പോഴത്തേക്കും ലക്ഷ്മി പറയാണ്, ഒരുപാട് സമാധാനമുണ്ട് മോളെ, ഒരുപാട് സമാധാനമുണ്ട്. അവനെ കുറിച്ച് ഓർക്കുമ്പം അവൻ എങ്ങനെയായിരുന്നു, അവൻ മാറിയില്ലോ. അത് പിന്നെ ആന്റണിയുടെ കൂടെ നിന്ന് മാറിയോണ്ടല്ലേ അവൻ മാറിയത്. അവൻ കുഞ്ഞിലെ ഇങ്ങനെയല്ലായിരുന്നോ, ഡീസന്റ് അല്ലായിരുന്നോ, അവന് കുടുംബത്തിനോട് സ്നേഹമുള്ളവനായിരുന്നല്ലോ. ഈ ഒരു വർഷമായിട്ടല്ലേ അവനിപ്പോ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഒരു വർഷം ആയില്ലല്ലോ, ഒരു 7-8 മാസം ആയതല്ലേ ഉള്ളൂ അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിട്ട്. അതൊക്കെ പോട്ടെ, സാരമില്ല, ഇനി അവൻ നോക്കിക്കോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവന് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു പറയുമ്പം, അതേ മോളെ, അവൻ ഇപ്പം നേരത്തെ വീട്ടിലെത്തുകയും വന്നിരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ നല്ലതായി ഇപ്പം. ഏതായാലും ദൈവം പ്രാർത്ഥന കേട്ടല്ലോ. മോളും കൂടെ കാരണമാ. മോൾ അന്ന് അവിടെ പോയി മുഖൊരു അടി കിട്ടി, അതൊക്കെ ശരിയാണ്. അപ്പൊ ഒരുപാട് വേദന നമുക്ക് ഉണ്ടായിരുന്നു, പേടിച്ചു പോയി, എങ്കിലും അവൻ നന്നായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പരസ്പരം. ഏതായാലും ഈ ഒരു സമയത്താണ് അവിടുത്തെ ശാന്തി ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും അവിടുത്തെ എന്തോ പൂജയ്ക്ക് ആ സ്ത്രീ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതായത് ഇച്ചിരി പണമുള്ള വീട്ടിലെ അവിടുത്തെ ഒരു കുറച്ച് എന്താ പറയാ പ്രമാണി ഈൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ ആ സ്ത്രീ ഈ വർഷം അവിടെ പൂജ നടത്തുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ വേറെ എന്തോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പൂ ആവശ്യമുണ്ട്. രേവതി കുറച്ച് പൂ ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ രേവതി പറയാണ്, അതിനിപ്പോ എന്താ, അമ്മ ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ, എനിക്ക് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല, പൂ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവുവിനല്ലേ ലക്ഷ്മിക്ക് കുറച്ച് അഡ്വാൻസ് തുക കൊടുക്കുകയാണ്. ഇത് പിടിച്ചോന്നും പറഞ്ഞ് അഡ്വാൻസ് തുക കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ അഡ്വാൻസ് തുക വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി. എങ്കിലും ആ സ്ത്രീയെ അവിടുത്തെ കുറച്ച് പ്രമാണിയൊക്കെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ സ്ത്രീ ഇരുന്നോട്ടെ, പൈസ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോളെ കെട്ടിച്ച് വിറ്റേക്കുന്നത് കുറച്ച് വലിയ വീട്ടിലേക്കാണല്ലോ, അപ്പൊ മോക്ക് ഈ പ്രാവശ്യം ഇവിടുത്തെ പൂജ നടത്തിക്കൂടെ, പൂജ ചെയ്ത് ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ കൊടുത്ത് എന്തോ ഒരു ചെറിയൊരു പൂജയാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല, തമിഴ് വേഷനിൽ എന്തോ ഒരു പ്രതിമകളൊക്കെ കൊണ്ട് എന്തോ ഒരു പൂജ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്. മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു പൂജയാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ കേരള ഭാഗത്ത് ഉള്ള ഒരു പൂജയുടെ കാര്യമല്ല പറയുന്നത്, ഈ ഒരു തമിഴ്നാട് സൈഡിലൊക്കെ ഉള്ള ഒരു പൂജയാണ് കേട്ടോ. അപ്പൊ എല്ലാ വർഷവും എല്ലാ വീടുകളിലും എന്തോ 10 ദിവസം അങ്ങാണ്ട് ഈ പൂജ നടത്തി ഒരു എന്താ പറയാ വിഗ്രഹങ്ങളുടെ പല വിഗ്രഹങ്ങളും വിളക്കുകളും ഒക്കെ വെച്ചിട്ട് അത് അമ്പലത്തിലേക്ക് നേർച്ച കൊടുക്കുക, അങ്ങനെ എങ്ങാണ്ടൊക്കെ ഒരു ഇതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ചിലപ്പോൾ നമ്മുടെ മലയാള വേഷയിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറും കേട്ടോ, അത് വേറെ എന്തെങ്കിലും പൂജയായിട്ട് മാറും. അങ്ങനെ രേവതിയോട് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം കിട്ടാന്, നമ്മുടെ മക്കള് പഠിക്കാന്, ജോലി കിട്ടാന്, മക്കൾ ഉണ്ടാകാന്, അതുപോലെ തന്നെ കല്യാണം നടക്കാൻ, ഇതിനൊക്കെ ഈ പൂജ നല്ലതാണ് എന്ന് പൂജാരി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ മനസ്സിൽ ഇത് നടത്തണമെന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് വിസ്തൃതമായ സ്ഥലമൊക്കെ വേണം. നമ്മുടെ രേവതിയുടെ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റില്ല, സച്ചിയുടെ വീട്ടിൽ വെച്ച് വേണമെങ്കിൽ നടത്താം. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അങ്ങനെ അവരും കൂടെ സമ്മതിക്കണമല്ലോ. അപ്പൊ രേവതി അവിടെ ഒന്നും പറയുന്നില്ല, നടത്താമെന്നോ നടത്തില്ലെന്നോ ആഗ്രഹം ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ വേറൊരു ഭാഗം കാണിക്കുന്നത് നമ്മുടെ പ്രിയ ഉണ്ടല്ലോ, ഇപ്പൊ പുതിയ താരമായിട്ട് ഇറങ്ങിയിരിക്കുന്ന പ്രിയ, നമ്മുടെ ശ്രീകാന്തിന്റെ ഓണറുടെ മകളാണ്. അപ്പൊ പ്രിയ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എന്തോ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് മേടിക്കണം. അപ്പൊ അതിനുവേണ്ടിയാട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഇവര് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ്. അപ്പൊ ആ പെങ്കൊച്ചിന്